بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നേതാക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, റഹീമയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ആദർശ സമ്മേളനം അല്ലാഹു നമ്മളിൽ നിന്നൊക്കെ നല്ലൊരു അമലായി സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ കുടുംബ സമേതം ഒരുമിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ അല്ലാഹു നമുക്ക് പൊറുക്കുമാറാകട്ടെ. ആമുഖങ്ങളൊന്നുമില്ലാതെ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും ഇതിനുവേണ്ടി തീരുമാനിക്കപ്പെട്ട ആ സമയം മുതൽ ഇത്തരം ദഅവ പ്രവർത്തനങ്ങളടക്കമുള്ള എല്ലാ ദീനിയായ കാര്യങ്ങളൊക്കെ നാം ചെയ്യുന്നത്, അതിനുവേണ്ടി യാത്ര ചെയ്യുന്നത്, തിരക്ക് പിടിച്ച സമയം നമ്മൾ മാറ്റിവെക്കുന്നത് ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മൾക്കുള്ളൂ, അതേ ഉണ്ടാകാൻ പാടുള്ളൂ.
ഈ ദുനിയാവല്ല ഇതിൻ്റെയൊന്നും പിന്നിലുള്ളത്. മറിച്ച് എനിക്ക് പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കണം. അള്ളാഹുവിൻ്റെ പരലോകത്ത് ശാശ്വതമായി സ്വർഗീയ ലോകത്ത് കഴിയാൻ അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് ആവശ്യമാണ്. അത് ലഭിക്കാൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളിലൂടെയാണ് എനിക്ക് ആ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസമാണ് ഇത് സംഘടിപ്പിക്കാനും ഇതിലേക്ക് വരാനും ഇതുപോലുള്ള ദഅവ പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്നത്. സ്വർഗം വേണം നമ്മൾക്ക്. ആ സ്വർഗത്തിന് തടസ്സമായി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഈ ഒരു വചനമാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. സ്വർഗം ആഗ്രഹിക്കുന്ന മുസ്ലിമിൻ്റെ മുമ്പിൽ അല്ലാഹു തആല ചോദിക്കുന്നു. ഈ ചോദ്യം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ഏതുവരെ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഭൂമി ലോകത്ത്. ആ സ്വർഗം മോഹിച്ചുകൊണ്ട്, പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുടുംബത്തെ നഷ്ടപ്പെട്ട, വീട്ടുകാരെയും നാട്ടുകാരെയും നഷ്ടപ്പെട്ട് ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒരുപാട് പരീക്ഷണങ്ങൾ അതൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ആളുകൾ, അതുപോലെയൊന്നും ദീനിന്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിൽ ഒന്നും അനുഭവിക്കാതെ, ഒരു പ്രയാസവും കഴിയാതെ, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുവഹിദാണ്, തൗഹീദുള്ളവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് എത്താമെന്ന് നിങ്ങളൊക്കെ കരുതിയിരിക്കുകയാണോ എന്ന് അല്ലാഹ് ചോദിക്കുന്നു. എത്രത്തോളം മുൻഗാമികൾ പരീക്ഷിക്കപ്പെട്ടു. മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്. പരീക്ഷണങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ വിറച്ചു പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ ശരീരത്തിൻ്റെ പകുതി ഭാഗം കുഴിയിലേക്ക് നിർത്തി മണ്ണിട്ട് മൂടി മൂർധാവിൽ ഈർച്ചയുള്ള വാളുകൾ കൊണ്ട് തല കീറി മുറിച്ച് ശരീരത്തെ രണ്ട് പിളർപ്പാക്കി മാറ്റപ്പെട്ട അമ്പിയാക്കളും അവരെ പിൻപറ്റിയവരും കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ദുനിയാവിൽ. അനുഭവിച്ചോ അതിൻ്റെ 100-1 ആയത്തിലൂടെ അല്ലാഹ് ചോദിക്കുന്നു. ഒരു റൂമിലേക്ക് അങ്ങോട്ട് തള്ളിക്കയറ്റി ആ റൂമിൽ ബന്ദിയാക്കി അതിലേക്ക് തീ വെച്ചുകൊണ്ട്, അതേപോലെ തന്നെ പുക വെച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഒരുപാട് ദീനിന്റെ അനുയായികൾ ഈ ഭൂമിപ്പുറത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്നും വന്നെത്തിയ പ്രയാസങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ എളുപ്പത്തിൽ അങ്ങ് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന് അല്ലാഹ് ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഇല്ല. അവിടെയാണ് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മുടെ മുൻഗാമികൾ ദീനിന്റെ വിഷയത്തിൽ, ആദർശ വിഷയത്തിൽ, വിശ്വാസ വിഷയങ്ങളിൽ, കർമ്മ വിഷയങ്ങളിൽ അവരെവിടെയാണ് എന്ന് വളരെ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ ചോദ്യം, മനുഷ്യ, നിനക്കെന്താ സംഭവിച്ചു പോയത്? സ്വർഗം ആഗ്രഹിക്കുന്ന നിനക്ക് ഇതൊക്കെ അറിയാം. നിന്നെ ആരാണ് ഇതിൽ നിന്ന് തള്ളി മാറ്റുന്നത്? സ്വർഗത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരാ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ. എന്തോ എവിടെയൊക്കെയോ തടസ്സങ്ങൾ നിൽക്കുന്നു.
അള്ളാഹു അതാണ് ചോദിക്കുന്നു, യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, മാ ഗർറക് ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്ന് ആരാണ് നിന്നെ ചതിച്ചു കളയുന്നത്? പഠിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നു, കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഇന്ന് വിചാരിക്കുന്നതല്ല, വൈകുന്നേരം വിചാരിക്കുന്നു നല്ലവനായി തീരണമെന്ന്, രാത്രിയാകുമ്പോഴത്തേക്ക് അവനതാ മാറിപ്പോകുന്നു. ഇന്നലെ കണ്ടവനല്ല ഇന്ന് കാണുന്നവനല്ല നാളെ. ഇതിങ്ങനെ നാളെയാകാം എന്ന് പറഞ്ഞ് നന്നാകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് പോലും നന്നാകാൻ കഴിയാതെ തിന്മകളുമായി പാപങ്ങളും പേറിക്കൊണ്ട് പടച്ചറബിന്റെ വിധി വരുന്ന വിധിയെ കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അരുതേ എന്ന് അല്ലാഹു തആല പറയുന്നു. മനുഷ്യരെ, നിങ്ങളെ അങ്ങനെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ തഉറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഉറന്നകും ബില്ലാഹിൽ ഗറൂർ. സ്വർഗത്തിലേക്ക് യാത്ര തുടങ്ങിയ നിങ്ങളെ, സ്വർഗീയ ലോകമായിരുന്നു തറവാട്, ആ തറവാട്ടിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, ആ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതിനുവേണ്ടിയാണ് അമ്പിയാക്കൾ വന്നത്, അതായിരുന്നു അമ്പിയാക്കൾ പ്രബോധനം ചെയ്തത്. അള്ളാഹുവിന്റെ റസൂല് പോലും വിശിഷ്യ പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാം പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വിടവാങ്ങുന്നത്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അള്ളാഹു സാക്ഷിയാണ്, നിങ്ങൾ സാക്ഷിയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 100,000 ചിലാനും സ്വഹാബത്തിനോട് ഇത് പറയുന്നു. ആ സ്വർഗം അതെനിക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യർ പോലും മാറിപ്പോകുമ്പോ അല്ലാഹ് പറയുന്നു, വലാ തഉറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. മനുഷ്യരെ, നിങ്ങളെ ചതിച്ചു കളയുന്നത്, പലപ്പോഴും നിങ്ങൾ അബദ്ധങ്ങൾ വീഴുന്നത് ദുനിയാവിന്റെ പളപളപ്പ് കണ്ടുപോയിട്ടാണ്. അതുകൊണ്ട് ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. സഹോദര സഹോദരി, നമ്മൾക്കത് സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ സ്വർഗത്തിന് തടസ്സം എൻ്റെ ദുനിയാവ് എനിക്ക് ആയിത്തീരാൻ പാടില്ല. പലരും അങ്ങനെയാണ്. ദുനിയാവിൽ പണം വരുമ്പോ, സമ്പത്ത് വരുമ്പോ, സുഖങ്ങൾ ലഭിക്കുമ്പോ ആ രീതിയിൽ ഇഷ്ടം പോലെ സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, ആർത്തുല്ലസിക്കുന്നു, വല്ലാത്ത സന്തോഷവാനാണ്. ആ കയ്യിലുള്ള പണത്തിൽ നിന്ന് ഒരിത്തിരിയെങ്കിലും കുറവ് വരുമ്പോ ഇല്ല, അവനാകെ സങ്കടത്തില, അവനാകെ പ്രയാസത്തില. ഈ മാസം കിട്ടുന്ന വരുമാനം അത് അടുത്ത മാസം ലഭിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യനെ വെപ്രാളത്തിലായിക്കൊണ്ട് കാണാൻ കഴിയാത്ത വിധം മുഖം അസ്വസ്ഥമായി പോകുന്നു. എന്തേ സഹോദരങ്ങളെ, ദീനിന്റെ വിഷയത്തിൽ അതില്ല. ഒരു നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വേള ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഈ പ്രയാസം അവന് തോന്നുന്നില്ല. അതേപോലെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒന്ന് കുറവ് വന്നു പോയാൽ ഈ പ്രയാസങ്ങൾ അവന്റെ മുഖത്ത് കാണുന്നില്ല. ദുനിയാവിൻ്റെതാകട്ടെ എല്ലാം അവന്റെ മുഖത്ത് കാണാം. സന്തോഷങ്ങൾ കാണുന്നു, സങ്കടങ്ങൾ കാണുന്നു, ദുഃഖങ്ങൾ കാണുന്നു. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, ഇവരെ പോലെ ആകരുതേ നിങ്ങൾ, ദുനിയാവ് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തൈസ അബ്ദുദ് ദീനാർ വ തൈസ അബ്ദുദ് ദറാഹിം. ദീനാറുകളുടെ അടിമ തുലയട്ടെ, നശിക്കട്ടെ. ദിർഹമുകളുടെ അടിമ നശിക്കട്ടെ, തുലഞ്ഞു പോകട്ടെ. എന്താണ് അവന്റെ പ്രത്യേകത? അത് വരുമ്പോ, ദീനാറും ദിർഹമും വരുമ്പോ റളിയ, അവൻ തൃപ്തിപ്പെടുകയാണ്, വല്ലാത്ത സന്തോഷത്തിലാണ്. അത് പോകുമ്പോഴോ, കയ്യിലുള്ളത് പോകുമ്പോഴോ ഇവനാകെ സങ്കടത്തിലാണ്. ഇങ്ങനെ ആകരുത്. അതേപോലെ തന്നെ അല്ലാഹു തആല പറയുന്നു, വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. നിങ്ങളെ ചതിച്ചു കളയുന്ന പിശാച് നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഈ പറഞ്ഞതൊന്നും നമുക്ക് സ്വർഗം നേടാൻ തടസ്സമായി നിൽക്കാൻ പാടില്ല. അള്ളാഹു ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര സ്ഥാനം നൽകുമായിരുന്നുവെങ്കിൽ മാ സഖാ കാഫിറൻ ശുർബതമാ, ഒരു കാഫിറിന് ഒരിറക്ക് വെള്ളം പോലും അല്ലാഹ് കൊടുക്കുമായിരുന്നില്ല. ഈ ദുനിയാവിന് അല്ലാഹ് പ്രാധാന്യം കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന, വലിയ സങ്കല്പിക്കുന്ന ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം അല്ലാഹു തആല നൽകിയിരുന്നുവെങ്കിൽ
കാഫിരീങ്ങൾക്ക് കുടിക്കാനിറക്ക് വെള്ളം പോലും അല്ലാഹു തആല കൊടുക്കുമായിരുന്നില്ല. ആ ദുനിയാവിന് വേണ്ടിയ മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, അതിനു വേണ്ടിയ സന്തോഷിക്കുന്നതും കരയുന്നതും. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ വില പോലും സഹോദരന്മാരെ ഈ ദുനിയാവിന് അല്ലാഹു തആല നൽകിയിട്ടില്ല. എന്നിട്ട് എന്തു പറയുന്നു അല്ലാഹു തആല? ഇവിടെയാണ് നമ്മളെ പറഞ്ഞയച്ചത് കർമ്മങ്ങൾ ചെയ്യാൻ, സമ്പാദിക്കാൻ. ആഖിറത്തിൽ കസ്ബിന് നേരമില്ല, സമ്പാദ്യത്തിന് നേരമില്ല. കർമ്മങ്ങൾ ചെയ്യാൻ, അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ, അത് നന്നാക്കാൻ അല്ലാഹു തആല ഇവിടെയാണ് നമുക്ക് അവസരം നൽകിയത്. ആ കർമ്മങ്ങളിലൂടെ മാത്രമേ അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് ഒരാളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. അമലു സ്വാലിഹാത്ത് ചെയ്യാത്ത ഒരാൾക്കും അല്ലാഹുവിൻ്റെ സ്വർഗമില്ല. അവനറിയാം, ഒരാൾക്കറിയാം ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അവൻ അറിയാവുന്ന നേരമുണ്ട്, മരണത്തിൻ്റെ നേരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവല്ലോ, അൻസാറിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. ബഖീൽ അതിൻ്റെ ഖബറടക്കുന്ന സമയം ഒരിത്തിരി വൈകിയപ്പോൾ ഖബറിൽ നിന്ന് ഒരൽപ്പം മാറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. സ്വഹാബത്ത് ശ്രദ്ധിക്കുന്നു, അവിടുത്തെ മുഖം ആകെ പ്രയാസത്തിലാണ്, ചുവന്നു പോയിട്ടുണ്ട് മുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കയ്യിലുള്ള വടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നു, പ്രവാചകരെ എന്തേ നിങ്ങൾക്ക് വരുന്നത്? അല്ലാഹുവിൻ്റെ റസൂല് ആ സമയത്ത് വന്ന വഹീനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുന്നു. ഒരാൾ മരിക്കുന്ന രംഗം, നല്ല മനുഷ്യനാണെങ്കിൽ ഒരുപാട് സ്വർഗീയ ലോകത്ത് നിന്നുള്ള കഫൻ പുടവയുമായി ഒരു കൂട്ടം മാലാഖമാർ ഭൂമിയിലേക്ക് വരുന്നു. ഈ മനുഷ്യന്റെ തലക്ക് ചുറ്റുഭാഗത്തും വന്നിരിക്കുന്നു. മലക്കുൽ മൗത്ത് ശരീരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വളരെ ലോലമായിക്കൊണ്ട് ആ റൂഹിനെ കൊണ്ടുപോവുകയാണ്. സന്തോഷത്തോടുകൂടി സന്തോഷവാർത്ത അറിയിക്കുന്നു, സമാധാനമടഞ്ഞ ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തിയും സമാധാനവും നിറഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, വളരെ സന്തോഷത്തിൽ തൃപ്തിയോടുകൂടി നിന്റെ റബ്ബിങ്കലേക്ക് നീ മടങ്ങിക്കൊള്ളുക. അല്ലേ, എൻ്റെ അടിമകളിൽ നീ പ്രവേശിക്കുക. അതേപോലെ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കുക. സ്വർഗത്തിൻ്റെ സന്തോഷ വാർത്തകളുമായിട്ട് ആ മാലാഖമാര് വന്ന് റൂഹിനെ കൊണ്ടുപോകുന്നു. എത്രമാത്രം സന്തോഷത്തോടുകൂടി അവനിരിക്കുന്നു. അവൻ്റെ ഖബർ ജീവിതവും ആഖിറവും അതിനനുസരിച്ചായി മാറുന്നു. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കാഫിരീങ്ങളും ഫാസിഖീങ്ങളും മുനാഫിക്കീങ്ങളും മരിക്കുന്ന രംഗം, നരകത്തിലെ കഫൻ പുടവയുമായി ഭീകരന്മാരായ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ മനുഷ്യന്റെ തലക്ക് ചുറ്റുഭാഗത്തും വന്നിരുന്ന് മലക്കുൽ മൗത്ത് ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഖുർആൻ അത് വിശദീകരിക്കുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ദീർഘമായി പ്രവേശിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുകയാണ്. യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, മുഖത്തും പുറത്തും അടിച്ചുകൊണ്ട് ഇവന്റെ റൂഹിനെ പറിച്ചെടുക്കുന്ന ആ രംഗം പറയുന്നു. ഈ മനുഷ്യൻ, അള്ളാഹുവേ, ഒരു സെക്കൻഡ് നീ എന്നെ ഭൂമിയിലേക്ക് വിട്ടേക്ക്, ഒരു സെക്കൻഡ് നീ എന്നെ ഇനിയും ജീവിക്കാൻ എനിക്ക് അനുവാദം താ. എന്തിനാ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ഒരുപാട് കർമ്മങ്ങളുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആളുകൾ എന്നെ ദഅവത്തിന് വേണ്ടി വിളിച്ചു, ക്ലാസ്സുകൾക്ക് വിളിച്ചു, സംഘടിപ്പിക്കാൻ വിളിച്ചു, ഒന്നിനും ഞാൻ പോയിട്ടില്ല. പോകുന്നവരെ തടഞ്ഞു നിർത്തി ദുനിയാവിൻ്റെ പിന്നാലെയായിരുന്നു. ഒരു ഖുർആൻ ക്ലാസ്സിന് വിളിക്കുമ്പോൾ എനിക്കെൻ്റെ കച്ചവടമാണ്, എനിക്കെൻ്റെ കുടുംബമാണ്, എനിക്കെൻ്റെ പ്രാരാബ്ധമാണ്. സക്കാത്ത് ഞാൻ കൊടുത്തിട്ടില്ല, ആളുകളെ സഹായിച്ചിട്ടില്ല, നന്മയിലേക്ക് ഞാൻ അടുത്തിട്ടില്ല, നന്മയിലേക്ക് എത്തിക്കുന്ന ഒരു സീഡി പോലും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരണത്തിന്റെ നേരത്ത് ഇവൻ പറയുന്നു, അള്ളാഹുവേ, ഒരു നേരം, ഒരു സെക്കൻഡ് നേരം നീ എന്നെ ഒന്ന് കൊണ്ടുപോകാതെ ബാക്കിയാക്കൂ. വിട്ടേച്ചു പോയ ഒരുപാട് നന്മകളുണ്ട്, ആ നന്മകൾ ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ നേരത്തെ അല്ലാഹുവിൻ്റെ മറുപടി ഖല്ല, വേണ്ട മനുഷ്യ, വേണ്ട. ആണിനോടും പെണ്ണിനോടും പറയുന്ന മറുപടിയാണിത്. ഒന്നും നിങ്ങൾ സംസാരിക്കേണ്ട.
ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഈ പറയുന്ന വർത്തമാനം പിച്ചും പിഴയും പറയുന്ന, ഭ്രാന്തളകി പറയുന്ന മനുഷ്യന്റെ ഒരു പേവർത്തമാനമായിട്ടേ ഉള്ളൂ. ഇനി അവർക്ക് പിന്നിലുള്ളത് ബർസഖാണ്, ഖബർ ജീവിതമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഇതായിരിക്കുമോ നമ്മൾ നാം പേടിക്കുക. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. നമ്മൾ ആ ഒരു രംഗത്തെ ഭയപ്പെടേണ്ടതുണ്ട്. അവന്റെ മുഖത്തും പുറത്തും അടിച്ചുകൊണ്ട് മലായിക്കത്തുകൾ റൂഹിനെ പറിച്ചു കൊണ്ടുപോകുന്നു. വാനലോകത്തിന്റെ ഒന്നാമത്തെ കവാടം പോലും തുറക്കപ്പെടാത്ത നിലക്ക് ഏറ്റവും വൃത്തികെട്ട നാമം വിളിച്ചുകൊണ്ടാണ് അവനെ മലക്കുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഭൂമിയുടെ അടിത്തട്ടിലുള്ള സിജ്ജീനിൽ അവന്റെ രേഖകൾ എഴുതി വെക്കാൻ, കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. എന്തേ സഹോദരങ്ങളെ, അല്ലാഹു തആല ഒരുപാട് കാലം ദുനിയാവിൽ ജീവിക്കാൻ അവസരം കൊടുത്തിട്ട് നന്മ ചെയ്തിട്ടില്ല, കർമ്മങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരവസ്ഥ അവനുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വർഗം ലഭിക്കണം. ആ റബ്ബിന്റെ സ്വർഗം പറയപ്പെട്ടതുപോലെ നന്മകളുമായി അള്ളാഹുവിന്റെ വിധി വരുന്ന നേരത്ത് നന്മകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് മാത്രമേ അല്ലാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളൂ. അതിലേറ്റവും വലിയ നന്മയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും. ഒന്നാമതായി, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക്, അവസാനമായി അവൻ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിൽ അവന് സ്വർഗം ലഭിക്കും. തൗഹീദുള്ളവന് മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ആ നന്മ ചെയ്യാത്തവൻ വേറെന്ത് നന്മ ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല പറയുകയാണ്, മൻ അമില അമലൻ വഅശ്റക മഈ മാ ബിഗൈരി. ആരെങ്കിലും ഒരു നന്മ, ഒരു പ്രവർത്തനം, ഒരു അമൽ ചെയ്യുമ്പോൾ ഞാനല്ലാത്ത ആരെയെങ്കിലും അതിൽ പങ്കാളികളാക്കുകയാണെങ്കിൽ അല്ലാഹു തആല പറയുകയാണ്, തറക്തുഹു, അതേപോലെ ആ സമയം മുതൽ ഞാൻ അവനെ ഒഴിവാക്കുകയാണ്. തറക്തുഹു, ഞാൻ അവനെയും ഒഴിവാക്കുന്നു. വശിർക്കു, അവൻ ചെയ്ത ആ ഷിർക്കിനെയും ഞാൻ ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് സ്വർഗം വേണോ സഹോദരന്മാരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അതുണ്ടായിരിക്കണം. അവസാനം മുവഹ്ഹിദായി മരിക്കാൻ സാധിക്കണം. വല്ലാത്തൊരു വാക്കാണത് റസൂലുള്ളാഹി പറയുന്നത്. അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുമ്പോൾ തൗഹീദോടുകൂടി മരിക്കാൻ കഴിയുന്നു. ജീവിതകാലത്ത് തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി പ്രയാസപ്പെടുന്നു, അതിനുവേണ്ടി പരീക്ഷിക്കപ്പെടുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാം ഏറ്റുവാങ്ങിയിട്ടും ആ തൗഹീദിന്റെ പാതാവിൽ നിന്ന് മാറിപ്പോകുന്ന, പടച്ച റബ്ബിന്റെ തൗഫീഖിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകൾ ലോകത്ത് കൂടിക്കൂടി വരികയാണ്. ലോകത്തെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും, അല്ലേ? ഭൂരിഭാഗം ആളുകളും ഷിർക്ക് ചെയ്തുകൊണ്ടേ മരിക്കുകയുള്ളൂ. ഭൂരിഭാഗം ആളുകളും മുശ്രിക്കീങ്ങളായി കൊണ്ടാണ് മരണപ്പെടുന്നത് എന്ന് പടച്ച റബ്ബിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്ത് വന്നാലും, എന്ത് അനുഭവിക്കേണ്ടി വന്നാലും അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദായിരിക്കണം. എങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. ദുനിയാവിന് വേണ്ടി ഇത് മാറ്റുന്ന ആളുകളുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടു കൂടി നാം ഈ വിഷയം മനസ്സിലാക്കുക. തൗഹീദ് അത് അംഗീകരിക്കാത്ത ഒരു മനുഷ്യൻ, അത് ഉൾക്കൊള്ളാത്ത ഒരു മനുഷ്യൻ എന്ത് നന്മ ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമല്ല. സ്വർഗം അവന് നിഷിദ്ധമാണ്, നരകം ശാശ്വതമായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതാണ് സ്വർഗം നേടാൻ ഒന്നാമതായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന എല്ലാ വാക്കുകളും എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ മൊത്തത്തിലുള്ള പേരാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. റബ്ബിന് ഇഷ്ടമുള്ള, റബ്ബിന് തൃപ്തിയുള്ള
അമലുകളാകട്ടെ, വാക്കുകളാകട്ടെ, അത് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാകട്ടെ, ശരീരം കൊണ്ടുള്ള ഇബാദത്ത് കർമ്മങ്ങളാകട്ടെ, എല്ലാം ഇബാദത്താകുന്നു. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, അതുപോലെയുള്ള എല്ലാം ഇബാദത്താകുമ്പോൾ ഇതുപോലെ തന്നെ അവൻ്റെ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. സഹായം ചോദിക്കുന്നതും അള്ളാഹിനോട് മാത്രമായിരിക്കണം. അവിടെ അമ്പിയാക്കൾ കടന്നു വരാൻ പാടില്ല, ഔലിയാക്കൾ കടന്നു വരാൻ പാടില്ല, സ്വാലിഹീങ്ങൾ എത്താൻ പാടില്ല. അതേപോലെ തന്നെ രൂപങ്ങളും പ്രതിമകളും എത്താൻ പാടില്ല, മലായിക്കത്തുകൾ വരാൻ പാടില്ല, ജിന്നുകൾ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമീങ്ങളാകട്ടെ, ജീവിച്ചിരിക്കുന്നവരാകട്ടെ, ഹയ്യും ഹാദിറും ഖാദിറും എന്തുവാകട്ടെ, അള്ളാഹുവിൽ ഒരാളെയെങ്കിലും പങ്കുചേർത്താൽ ഈ സ്വർഗം ദിവസങ്ങളിലേക്കോ മാസങ്ങളിലേക്കോ വർഷങ്ങളിലേക്കോ അല്ല, മറിച്ച് ഏത് കാലത്തും നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത്തരം ആളുകളിൽ നിന്ന് അല്ലാഹു തആല സമുദായത്തെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസമായിരിക്കണം ഒന്നാമതായിട്ട് നന്നാകേണ്ടത്. അതുപോലെ തന്നെ കർമ്മങ്ങൾ വേണം. നമ്മുടെ വിഷയം തന്നെ കർമ്മത്തിലൂടെ സ്വർഗത്തിലേക്ക് എന്നാണ്. അമലുകൾ ചെയ്യുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം സഹോദരന്മാരെ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ബുദ്ധിമാൻ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ബുദ്ധിയുള്ള മനുഷ്യൻ തൻ്റെ മരണശേഷമുള്ള ജീവിതത്തിലേക്ക് ഇത്തിരി കാത്തുവെക്കും, ഇത്തിരി പ്രത്യേകമായി മാറ്റിവെക്കും. അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മനുഷ്യൻ. എന്താണ് അവൻ്റെ പ്രത്യേകത? അവൻ തൻ്റെ മരണശേഷമുള്ള ജീവിതത്തിലേക്ക് കൂടിയായിരിക്കും അമലുകൾ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, ഇന്ന മിമ്മ യൽഹഖുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിനോട് കൂടിച്ചേരുകയാണ്. അവൻ ദുനിയാവിൽ അമലുകൾ ചെയ്ത് അവൻ മരിച്ചാലും വഹസനാതിഹി ബഅദ മൗതിഹി, ദുനിയാവിൽ ചെയ്യുന്ന അമലുകൾക്ക് മരണത്തിന് ശേഷം ഖിയാമത്ത് നാൾ വരെ കൂലി കിട്ടുന്ന കുറേ കർമ്മങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നു, മൻ അല്ലമ ഇൽമ, അറിവുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, ഒരാൾക്കറിയാൻ കഴിയുന്നത് മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന ആളുകൾ. വനഷറ, അതിങ്ങനെ വ്യാപിപ്പിക്കുകയാണ്, എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുകയാണ്, അല്ലേ? അതാണ് ഇതുപോലെയുള്ള ദഅവ പ്രവർത്തനങ്ങളെ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു നന്മയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്ന ഒരു നോട്ടീസ് ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അത് വായിച്ച് ഒരാൾ ആ പരിപാടിയിൽ പങ്കെടുത്ത്, ആ യോഗത്തിൽ പങ്കെടുത്ത്, അതിലൂടെ ആയത്തുകൾ കേൾക്കുന്നു, ഹദീസുകൾ കേൾക്കുന്നു, ചരിത്രങ്ങൾ കേൾക്കുന്നു, ആ മനുഷ്യൻ നന്നാവുകയാണ്, അവൻ്റെ കുടുംബം നന്നാവുകയാണ്, അവൻ്റെ നാട് നന്നാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മരിച്ചാലും ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ കൂലി അവൻ്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര സ്ഥലങ്ങളിലുണ്ട് ഇതുപോലെയുള്ള ആദർശ കൂട്ടായ്മകൾ. ഒരു വേള കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തെക്കൻ ജില്ലയിൽ ഒരു സ്ക്വാഡ് സംഘടിപ്പിച്ചപ്പോൾ ആ സ്ക്വാഡിൽ ആളുകൾക്ക് കൊടുക്കാൻ ഒരു ലഘുലേഖ ഇറക്കിയിരുന്നു. അങ്ങനെയാ ഒരു മനുഷ്യൻ ഒരു ലഘുലേഖ, ഒരു തുറക്കാത്ത ഒരു ചായക്കടയിൽ ഈ ലഘുലേഖ വെക്കുകയാണ്. അതിലൂടെ വന്ന കള്ളുകുടിയനായ ഒരു മനുഷ്യൻ ആ ചായക്കടയിൽ ഇരിക്കുമ്പോൾ തൻ്റെ കയ്യിലേക്ക് കിട്ടിയ ഈ നോട്ടീസ് വായിക്കുന്നു. സഹോദര എന്ന് തുടങ്ങുന്ന ആ നോട്ടീസ്, ആ ലഘുലേഖ അവനിങ്ങനെ വായിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രകാശം, തൗഫീഖ് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അവൻ ആ ലഘുലേഖ വായിക്കുന്നതിലൂടെ ഇതാരെഴുതി, എവിടുന്ന് വന്നു അന്വേഷിക്കുന്നു. ഇച്ചോട്ടൂത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും ആ നാട്ടിൽ 5-6 കൊല്ലം മുമ്പ് തന്നെ 50ഓളം കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണ് ഈ മനുഷ്യൻ്റെ ദഅവത്തിലൂടെ. ആലോചിക്കൂ സഹോദരന്മാരെ, ഏതോ ഒരു മനുഷ്യൻ്റെ തലയിലുദിച്ച ചിന്തയായിരിക്കും അതുപോലെ ഒരു ദഅവ സ്ക്വാഡ് നടത്തണമെന്ന്, ആ നോട്ടീസ് ഇറക്കണമെന്ന്. അതിൽ ആർക്കൊക്കെ ഈ നോട്ടീസ് വിതരണം ചെയ്യുമെന്ന് അറിയാത്ത ആളുകൾ സാമ്പത്തികമായി സഹായിച്ചവരുണ്ടായേക്കാം, അതല്ലെങ്കിൽ അതിൽ വിതരണം ചെയ്യാൻ പോയ ആളുകളുണ്ടായേക്കാം. ആർക്കൊക്കെയായിരിക്കും ഈ മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത്, അല്ലേ? ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഖൈറായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പഠിക്കുന്ന നന്മകൾ വ്യാപിപ്പിക്കണേ, പ്രചരിപ്പിക്കണേ എന്ന്. രണ്ടാമത് പറയുന്നു, വവലദൻ സ്വാലിഹൻ തറക്കഹു, മരിക്കുമ്പോൾ
ഒരു സ്വാലിഹായ മകനെ മകളെ വിട്ടേച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഇന്നിൻ്റെ ലോകത്തതില്ല. ഇന്ന് മാതാപിതാക്കൾക്ക് സ്വർഗം നഷ്ടപ്പെടുത്തി കൊടുക്കുന്നു മക്കൾ. ആരാണ് ഉത്തരവാദി? ഈ മാതാപിതാക്കൾ തന്നെ. ചോര നീരാക്കി അധ്വാനിക്കുന്നവരാണ് പ്രവാസികളെന്ന് പ്രവാസികളും പറയുന്നു, അല്ലാത്തവരും പറയുന്നു. അല്ലേ? ആർക്ക് വേണ്ടിയാ? ഞാൻ പ്രയാസപ്പെട്ടാലും എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം പ്രയാസപ്പെടാൻ പാടില്ല. ഞാൻ ഉറങ്ങുന്നത് സൗകര്യക്കുറവിലാണെങ്കിലും എൻ്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും സന്തോഷത്തിൽ സൗകര്യത്തിൽ കിടന്നുറങ്ങണം. മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു. നാട്ടിലെ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നു. എല്ലാ ചെലവുകളും വഹിക്കുന്നു. എല്ലാം ചെയ്തു കൊടുക്കുന്നു. പക്ഷേ സഹോദരന്മാരെ, ഈ മക്കളോട് ചോദിക്കാൻ കഴിയണം നമ്മൾക്ക്. ഈ ബാപ്പ മരിച്ചാൽ, ഈ ഉമ്മ മരിച്ചാൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മയ്യത്ത് നമസ്കാരത്തിലെ ദുആയെങ്കിലും അറിയാവുന്ന എത്ര മക്കളുണ്ട് നമ്മുടെ കുടുംബത്തിൽ? അല്ലേ? എത്ര മക്കളുണ്ട്? കേരളത്തിൽ ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അറബിക് കോളേജുകളുണ്ട്. 5ഉം 6ഉം മക്കളുള്ള ഒരു രക്ഷിതാവ്, ഒരു ഉമ്മയോ ഉപ്പയോ എൻ്റെ മകൻ ദീന് പഠിക്കട്ടെ, ഖുർആൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു മകനെയെങ്കിലും ഒരു മകളെയെങ്കിലും ഈ ദീനി സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കാൻ മനസ്സ് തോന്നുന്നില്ല. അല്ലേ? നല്ല പ്രഭാഷകന്മാർ വേണം, നല്ല ഖത്തീബുമാർ വേണം, നല്ല ക്ലാസ് കേൾക്കണം. ഒക്കെ ആരാൻ്റെ മക്കളായിരിക്കണം. എൻ്റെ മകൻ ഖുർആൻ പഠിക്കാൻ പാടില്ല, എൻ്റെ മകൻ ദീന് പഠിപ്പിക്കുന്നവരാകാൻ പാടില്ല, എൻ്റെ മകൾ അത്തരം സ്ഥാപനത്തിലേക്ക് എത്താൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനയോടുകൂടിയാണ് ഈ വിഷയം സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെയെങ്ങാനും ഒരു മകനെയോ മകളെയോ ദീനീ ചിട്ടയിൽ, അത് മതപരമായ സ്ഥാപനത്തിൽ പഠിപ്പിച്ചാലും അല്ലാത്ത സ്ഥാപനത്തിൽ പഠിപ്പിച്ചാലും ദീനീ ചിട്ടയിൽ നമ്മുടെ മക്കളെ വളർത്തി അങ്ങനെ ഒരു രക്ഷിതാവിന് മരിക്കാൻ കഴിയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, നീ മരിച്ച് ഖിയാമത്ത് നാൾ വരെ നിന്റെ മക്കൾ അതിലൂടെ ആർക്കൊക്കെ ഇൽമെത്തിക്കുന്നുവോ, ഏതൊക്കെ രീതിയിൽ ആളുകളെ നന്നാക്കുന്നുവോ അതിൻ്റെയൊക്കെ കൂലി തലമുറകളായി വരുന്ന ആ കൂലികളൊക്കെ നിന്റെ ഖബറിലേക്കും എത്തിച്ചേരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പോരെ സഹോദരങ്ങളെ, ആര് ശ്രദ്ധിക്കാറുണ്ട്? മക്കളുടെ വിഷയത്തിൽ എന്തുമാത്രം നമ്മൾ വേവലാതിപ്പെടാറുണ്ട്. എപ്പോഴും വീട്ടിലേക്ക് വിളിക്കുന്നു, എപ്പോഴും അന്വേഷിക്കുന്നു, എല്ലാം ചെയ്തു കൊടുക്കുന്നു. പക്ഷേ മക്കൾ വളരുന്ന വഴി ശരിയാണോ അല്ലേ എന്ന് ഈ ലോകത്ത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദീനീ ചിട്ടയിൽ നടക്കുന്ന പ്രവാസികളുടെ കുടുംബങ്ങളിലെ വീടുകളിലെ പെൺകുട്ടികൾ പോലും വഴിപിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. കല്യാണ ദിവസത്തിൻ്റെ 11 മണിക്കാണ് നിക്കാഹെങ്കിൽ രാവിലെ 8 മണി കഴിഞ്ഞിട്ട് മുസ്ലിം വീട്ടിലെ പെൺകുട്ടിയെ കാണാനില്ല. അമുസ്ലിമിനോടൊപ്പം ഒളിച്ചു പോയിരിക്കുന്നു. ആരാണ് ഈ രക്ഷിതാവ്? കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് പോകുന്ന ഉപ്പയാണ്. കാരണം എന്താ? ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. വീട്ടിലേക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ, ആരോടൊക്കെ എൻ്റെ മകളും മകനും ചാറ്റിംഗ് നടത്തുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, അവരുടെ ഫോണുകളിൽ എന്തൊക്കെയാണ്, എന്തൊക്കെ വായിക്കുന്നു, എന്തൊക്കെ കേൾക്കുന്നു, എപ്പോൾ സ്കൂളിലേക്ക് പോകുന്നു, എപ്പോൾ തിരിച്ചു വരുന്നു, ഒരു ദിവസം വരാൻ വൈകുമ്പോൾ എന്തുകൊണ്ട് വൈകുന്നു എന്ന് പോലും ചോദിക്കാൻ ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തെ പറയിപ്പിച്ചു, തറവാടിനെ പറയിപ്പിച്ചു, അല്ല സർവോപരി അള്ളാഹുവിൻ്റെ മുമ്പിൽ അപമാനിതരായി നരകത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ നമുക്ക് വരുമോ എന്ന് നാം പേടിക്കുക. നാം സിനിമയും സീരിയലും കാണുന്നില്ലെങ്കിലും അത് നാം നമ്മുടെ വീടുകളിൽ വെച്ചു കൊടുത്താൽ നമ്മുടെ കുടുംബക്കാർ കാണുന്നുവെങ്കിൽ ആ പാപത്തിൻ്റെ ഭാരം കൂടി നമ്മൾ വഹിക്കേണ്ടി വരുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. മൂന്നാമത് റസൂലുള്ളാഹി പറയുന്നു, വമുസ്ഹഫൻ വറസഹു, ആരെങ്കിലും അനന്തരമായിട്ട് ഒരു ഖുർആൻ വെച്ച് കൊടുക്കുന്നു, അല്ലേ? ആളുകൾക്ക് ഖുർആൻ ഓതാൻ, അത് പള്ളിയാകട്ടെ അത്തരം മേഖല എവിടെയാകട്ടെ, അള്ളാഹുവിൻ്റെ ഖുർആൻ അനന്തരമായിട്ട് നൽകലും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പള്ളി നിർമ്മിക്കലും, അതല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് താമസിക്കാനൊരു വീട് നിർമ്മിക്കലും, അതേപോലെ ആളുകൾക്ക് പ്രയാസം തോന്നുമ്പോൾ ഒരു പുഴയുണ്ടാക്കി കൊടുക്കുന്നതും ഒരു കിണർ കുഴിക്കുന്നതും, അതേപോലെ തന്നെ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന സ്വതക്കയുമൊക്കെ
മരണശേഷമുള്ള ജീവിതത്തിലേക്ക് ഉപകാരം ലഭിക്കുന്ന നന്മകളാണ്, അഥവാ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി നാം ആ വിഷയം ശ്രദ്ധിക്കുക. ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും അള്ളാഹിൻ്റെ അടുക്കൽ കൂലിയാണ്. എപ്പോഴാണിത് മനസ്സിലാവുക? മീസാനിൽ കർമ്മങ്ങൾ തൂക്കുമ്പോൾ ഒരു നന്മ കൂടിയുണ്ടെങ്കിൽ, കടുകുമണിയോളം വരുന്ന നന്മയുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടുമായിരുന്നു എന്ന് ആശിക്കുന്ന നേരത്തായിരിക്കും നന്മകൾ ചോർന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആരെങ്കിലും വുളു എടുത്തിട്ട് അതിനുശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹ് വ റസൂലുഹു ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാ. വുളുവിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലേ, 2 സെക്കൻഡ് നേരെ ആ പ്രാർത്ഥനയുള്ളൂ. ആണിനും പെണ്ണിനുമൊക്കെ ചെയ്തുകൂടെ? തഖ്വയുടെ കുറവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പ്രാർത്ഥിക്കുന്നവർ യാന്ത്രികമായി ചെയ്തു പോകുന്നു. ആ പ്രാർത്ഥനയുടെ മഹത്വം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആരെങ്കിലും വുളു എടുത്തിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു, വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ ഈ വിഷയം വന്നിട്ടുണ്ട്, അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ അവന് സ്വർഗീയ ലോകത്തേക്ക് കയറാൻ കഴിയുന്നു. ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ അവന് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, നിങ്ങൾ എവിടെയാണ്? നമ്മൾ ഈ നന്മകളൊക്കെ അറിയാതെ ചെയ്യുന്നുണ്ട്. അത് പോരാ, അള്ളാഹുവിൻ്റെ ഇഷ്ടവും പടച്ച റബ്ബിൻ്റെ മഹബത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ പദവി നമുക്ക് ലഭിക്കുന്നത്. അല്ലേ? നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നില്ല, ബിലാലെ, എന്ത് അമലാ നീ പ്രത്യേകമായിട്ട് ചെയ്യുന്നത്? ഞാൻ കേൾക്കുകയാണ് സ്വർഗീയ ലോകത്ത് ഫഇന്നി സമഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന, നിന്റെ കാലടി ശബ്ദം ഞാനിങ്ങനെ സ്വർഗീയ ലോകത്ത് ഞാൻ കേട്ടിരുന്നുവല്ലോ. എന്ത് നന്മയാ ബിലാലെ നീ ഇതിനു മാത്രം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, പ്രവാചകരെ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അന്നീലം അതതഹറതു ഹൂറൻ ഫീ സഅതി ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബ ലി അൻ ഉസല്ലി. എപ്പോൾ ഞാൻ വുളു എടുത്തു കഴിഞ്ഞാലും, എപ്പോഴും ഞാൻ രാത്രിയാകട്ടെ പകലാകട്ടെ വുളു ചെയ്തു കഴിഞ്ഞാൽ ഞാൻ 2 റക്അത്ത് നമസ്കരിക്കും. ഇതാണ് പ്രത്യേകമായി ഞാൻ ചെയ്യുന്നൊരു അമൽ. സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആരെങ്കിലും വുളു എടുത്ത് പിന്നീട് 2 റക്അത്ത് മനസ്സാഗ്രഹിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞു. നോക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആളുകൾ ആരായത് ചെയ്യുന്നത്? അല്ലേ? ഏത് സമയത്തും വുളു ഉണ്ടാകുന്നു. ആ വുളു ചെയ്യുന്ന നേരങ്ങളിലൊക്കെ നിസ്കരിച്ചുകൂടെ? ആണിനും ചെയ്യാം, പെണ്ണിനും ചെയ്യാം. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത്തരം ആളുകൾക്ക് സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറയുന്നു. അതേപോലെ തന്നെ അങ്ങാടിയിൽ എത്ര ആളുകളുണ്ട്? അങ്ങാടിയിൽ ഇറങ്ങാത്ത ഒരാളുമില്ല. ആ അങ്ങാടിയിലേക്ക്, സൂക്കിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങുമ്പോൾ അവനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, മൻ ഖാല ഫി സൂഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാം, വഹ്ദഹു ലാ ശരീക ലഹു നമുക്കറിയാം, അതേപോലെ തന്നെ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. യുഹ്യി വയുമീതു എന്ന് മാത്രം അധികരിപ്പിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, 1000കണക്കിന് നന്മയാണ് അള്ളാഹുവിന് രേഖപ്പെടുത്തി വെക്കുന്നത്, 1000കണക്കിന് തിന്മയാണ് അവൻ്റേത് അള്ളാഹ് മായ്ച്ചു കൊടുക്കുന്നത്. വബനാലഹു ബൈതൻ ഫിൽ ജന്ന. നോക്കൂ നിങ്ങൾ, അങ്ങാടിയിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിയുമ്പോൾ ഇതൊന്ന് പ്രാർത്ഥിച്ചാലും, മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല അവന് സ്വർഗം കൊടുക്കുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലേ? ഇത് അള്ളാഹിൻ്റെ റസൂലല്ലേ? അള്ളാഹിൻ്റെ റസൂല് പറയുമ്പോൾ ആർക്കും അത്ര വിശ്വാസം പോരാ. അങ്ങനെയാണല്ലോ.
ദുനിയാവിൽ ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുമ്പോൾ എത്ര ആളുകൾ ഉത്സാഹത്തോടു കൂടി ഇത് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, എൻ്റെ ജീവിതത്തിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനിത് പ്രാർത്ഥിക്കാറുണ്ടോ ചെല്ലാറുണ്ടോ എന്ന് ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മളൊക്കെ കേട്ടതാണ്, ഓരോ ദിവസങ്ങളിലും ഫർളായ നമസ്കാരങ്ങളുടെ മുന്നിലും ശേഷവുമുള്ള റവാത്തിബ് നമസ്കാരങ്ങൾ 12 റക്അത്ത്, സുബഹിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാക്ക് ശേഷം 2, ഇങ്ങനെ 12 റക്അത്ത് റവാത്തിബായി ആരെങ്കിലും നമസ്കരിച്ചു കഴിഞ്ഞാൽ ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്ന, അവനും സ്വർഗത്തിലൊരു വീടാണ്. സ്വർഗത്തിൽ ഒരു ചമ്മട്ടി വെക്കുന്ന സ്ഥലം പോലും ദുനിയാവിനേക്കാൾ, അതിലുള്ളതിനേക്കാൾ, ആകാശഭൂമിയേക്കാൾ വിശാലമായി കിടക്കുന്നു എന്ന് വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ കാണാൻ കഴിയുന്നു. ആ സ്വർഗത്തിൽ ഒരു ഭവനം തന്നെ ഒരുക്കി വെക്കുന്ന മനുഷ്യനാരാ? ഒരു ദിവസം ഫർള് നമസ്കരിക്കുമ്പോൾ അതിൻ്റെ മുന്നിലും ശേഷവുമായിട്ട് ഈ റവാത്തിബ് നമസ്കരിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, നാം ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തഖ്വ അധികരിപ്പിക്കാൻ, നമ്മുടെ ഭക്തി അധികരിപ്പിക്കാൻ, പടച്ച റബ്ബിൻ്റെ ഇഷ്ടം കിട്ടാൻ, ഇതുപോലെയുള്ള നന്മകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിചാരണ കൂടാതെ സ്വർഗീയ ലോകത്തേക്ക് എത്തുന്ന ആളുകൾ, വിചാരണ കൂടാതെ പടച്ച റബ്ബിൻ്റെ സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകൾ, ഖാനു ലാ യക്തവൂന വലാ യസ്തർഖൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ ചൂടുവെക്കാത്തവരാ, അതുപോലെ തന്നെ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാ, ശകുനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കാത്തവരാ, അല്ലേ? ഇവർക്കാണ് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളുടെ പ്രത്യേകത. മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്ന ആളുകളെല്ലാവർ. എന്തുകൊണ്ടവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നില്ല? എന്ത് രോഗം വന്നാലും, എന്ത് പരീക്ഷണം വന്നാലും, എന്ത് വിഷയം വന്നാലും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ പടച്ച റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകൾ. ഇന്ന് മന്ത്രത്തിന് വേണ്ടി റുഖിയ ശർഇയ്യ എന്ന പേര് പറഞ്ഞിട്ട് ഓരോ പള്ളിയാകട്ടെ, പള്ളിയിൽ അങ്ങനെയുള്ള ഇമാമാണെങ്കിൽ അതല്ല എവിടെയാകട്ടെ, മന്ത്രിക്കാൻ ഓരോ കേന്ദ്രങ്ങൾ വേണമെന്ന് വാദിക്കുന്ന ആളുകളാണ്. ആ വാദം അവർക്ക് നടത്തേണ്ട ഒരവസ്ഥയിലേക്ക് പറയുന്നവരും കേൾക്കുന്നവരും അത് എത്തിപ്പോയി കഴിഞ്ഞു എന്നത് മറ്റൊരു വിഷയം. നേരെ മറിച്ച് സഹോദരങ്ങളെ, എന്ത് രോഗം വരുമ്പോഴും അവൻ സ്വമേധയാ മന്ത്രിക്കുന്നു. ആളുകളോട് അങ്ങോട്ട് പോയിട്ട് മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഒരാൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് മന്ത്രിക്കുന്നു, രോഗിയെ കാണാൻ പോകുമ്പോൾ അവനെ മന്ത്രിക്കുന്നു. നേരെ മറിച്ച് എന്ത് വരുമ്പോഴും ഈ തവക്കുൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ട് ഇതിലേക്ക് പോകുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വേണ്ട, ക്ഷമിക്കണം. എന്ത് രോഗങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും ക്ഷമിച്ചും സഹിച്ചും തവക്കുൽ ചെയ്തുകൊണ്ടും ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിചാരണ പോലും കൂടാതെ സ്വർഗത്തിലായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ ആ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കാത്തത്, ഇൻഷാ അല്ലാഹ് ആ വിഷയം ഇവിടെ ബഹുമാന്യനായ മൊയ്തു മന്നാനി സംസാരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കുറേ കർമ്മങ്ങൾ, നിസ്സാരമായിട്ട് നമ്മുടെ കണ്ണിൽ തോന്നുന്ന കർമ്മങ്ങളാണ് നാം നഷ്ടപ്പെടുത്തി കളയുന്നത്. അതുകൊണ്ടായിരിക്കും ആ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് കാരണത്താൽ നാളെയുടെ ലോകത്തേക്ക് ഖേദിക്കുന്ന ഒരവസ്ഥ സഹോദരങ്ങളെ നമ്മൾക്കുണ്ടാകരുത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന, സഹാബത്തെ, സ്വർഗത്തിലെ സ്ത്രീകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെയോ? സഹാബ സ്ത്രീകൾ പറഞ്ഞു, പ്രവാചകരെ, ഭല യാ റസൂലല്ലാഹ്, പറയൂ പ്രവാചകരെ, ആരാണ് ഈ സ്വർഗീയ സ്ത്രീകൾ? സ്വർഗത്തിലെ സ്ത്രീകളാരാ? അവിടുന്ന് പറഞ്ഞു, കുല്ലു വദൂദിൻ വലൂദിൻ ഇദാ ഗളിബത് ഔ ഉസീഅ ഇലൈഹാ ഔ ഗളിബ സൗജുഹാ ഖാലത് ഹാദിഹി യദി ഫീ യദിക ലാ അക്തഹിലു ഫീ അമദിൻ ഹത്താ തർലാ. സ്വർഗത്തിലെത്തുന്നൊരു സ്ത്രീയാണ് അവൾ. ഭർത്താവുമായിട്ട് എപ്പോഴും സന്തോഷത്തിൽ ജീവിക്കുന്ന, സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു ഭാര്യയായിരുന്നു അവൾ. മനുഷ്യനല്ലേ, എന്തോ ഒരു സൗന്ദര്യപ്പണക്കം ഒരു ദിവസം വന്നുപോയി.
ഭർത്താവുമായിട്ട് രാവിലെ ഒന്ന് സൗന്ദര്യപ്പിണക്കത്തിലായി പെണ്ണ്, രാത്രി വരെ പരസ്പരം മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, പരസ്പരം ദേഷ്യത്തില. രാത്രിയാകുമ്പോൾ ബെഡ്റൂമിലെത്തിയപ്പോൾ ഈ ഭാര്യ തൻ്റെ കൈ ഭർത്താവിന് കൊടുത്ത് ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ ഭാര്യ പറയാണ്, പ്രിയപ്പെട്ട ഭർത്താവേ, ഹാദിഹി യദി ഫി യദി ലാ അക്തഹിലു ഫി അമദിൻ ഹത്താ തർല. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് വരെ, നിങ്ങൾ എന്നോടൊന്ന് ഇഷ്ടം കൂടുന്നത് വരെ, എന്നെക്കുറിച്ചൊന്ന് തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ ഇന്ന് ഉറങ്ങില്ല, എൻ്റെ കണ്ണ് ഞാൻ അടക്കില്ല എന്ന് പറയുന്ന ഭാര്യമാർ. സഹോദരിമാരെ, കഴിയാറുണ്ടോ നമ്മൾക്ക്? എന്തിനു വേണ്ടിയാ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുന്നത്? അല്ലേ? ഭർത്താവ് നമസ്കരിക്കാത്തത് കൊണ്ട് ഭർത്താവിനോട് പിണങ്ങുന്ന ഭാര്യമാരിന്നില്ല. ഭർത്താവ് പള്ളിയിൽ പോകാത്തത് കൊണ്ട് ഭർത്താവിനോട് കർക്കശമായി പെരുമാറുന്ന ഭാര്യമാരുന്നില്ല. മറിച്ചോ, ഭർത്താവിനോട് പറഞ്ഞിരുന്നു, ഇന്ന് വൈകുന്നേരം നിങ്ങൾ എങ്ങോട്ടും പോകരുത്, ഇന്ന് നമ്മൾക്ക് ഒന്ന് പുറത്തേക്ക് പോകണം, ഇന്ന് വീട്ടിലേക്കൊന്ന് പോകണം, ഇന്ന് റൂമിലേക്ക് പോകണം. ഭർത്താവിന് യാദൃശ്ചികമായി എന്തോ ഒരു ദഅവാരംഗത്ത് സംഘടനാപരമായ അതല്ലെങ്കിൽ ദീനീപരമായ ഒരു ക്ലാസ്സിനോ മറ്റോ എന്തോ പോകേണ്ടി വന്നു. രാത്രിയാകുന്നു, സംസാരിക്കുന്നില്ല. അതിൻ്റെ പേരിൽ ദിവസങ്ങളോളം സംസാരിക്കാതിരിക്കുന്ന, വഴക്കിടുന്ന ഭാര്യമാർ അല്ലേ? സ്ത്രീകളോട് റസൂലുള്ളാഹി പറഞ്ഞു, ഫഇന്നഹു ജന്നതുകി വനാറുകി. പെണ്ണേ, നിന്റെ സ്വർഗമാണ് നിന്റെ ഭർത്താവ്, നിന്റെ നരകമാണ് നിന്റെ ഭർത്താവ്. ഭർത്താവിൻ്റെ തൃപ്തിയോടുകൂടി മരിക്കാൻ കഴിഞ്ഞാൽ ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, സ്വർഗത്തിലാണ് ഈ പെണ്ണ്. ഭർത്താവിനോട് മിണ്ടാതെ ഒരു ദിവസം പോലും ബെഡ്റൂമിൽ ഉറങ്ങാൻ കഴിയാത്ത പെണ്ണാണത്. അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതും, ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹ വസ്വാമത് ശഹറഹ വഹഫിളത് ഫർജഹ വഅതഅത് സൗജഹ ഖീല ലഹ ഉദ്ഖുലിൽ ജന്നത മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅതി. 5 നേരം നിസ്കരിക്കുന്ന ഒരു പെണ്ണ്, അതേപോലെ തന്നെ റമദാനിൽ നോമ്പെടുക്കുന്ന, തൻ്റെ ലൈംഗിക അവയവത്തെ കാത്ത് സംരക്ഷിക്കുന്ന ഭർത്താവിനെ 4ാമത് പറയുന്നു, വഅതഅത് സൗജഹ, ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ. നന്മയിലൊക്കെ റബ്ബിന് അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമുള്ള എല്ലാ വിഷയത്തിലും ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയാണവൾ. ആ പെണ്ണിൻ്റെ പ്രത്യേകത എന്താ? പുരുഷന്മാർക്ക് പോലും ഇതുപോലെ പറഞ്ഞിട്ടില്ല. ആ പെണ്ണിനോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന മിൻ ഐ അബ്വാബിൽ ജന്നതി ശിഅതി. പെണ്ണേ, ഇഷ്ടമുള്ള കവാടത്തിലൂടെ, വാതിലിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് അള്ളാഹു അവരോട് പറയും, അവർക്ക് പറയപ്പെടും. സഹോദരിമാരെ, ഇതാണ് കുടുംബജീവിതത്തിൽ നിങ്ങളെയും ജീവിതം ധന്യമായി ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. എത്രയോ സ്ത്രീകൾ പറയുന്നുണ്ട്, എത്രയോ സ്ത്രീകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഭർത്താവ് സമ്മതിക്കുന്നില്ല. ഭർത്താവിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഭർത്താവ് ഈ രീതിയിലാണ് പെരുമാറുന്നത്. എന്തിന് സഹോദരി നീ പ്രയാസപ്പെടണം? ഭർത്താവിനെ നീ അംഗീകരിക്കുന്നതും ഭർത്താവിനെ നീ അനുസരിക്കുന്നതും ഒന്നും അതുപോലെ ഭർത്താവ് നിന്നോടും തിരിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാകുമ്പോഴാണ് നിനക്ക് ഈ വേദനയും പ്രയാസവും നൊമ്പരങ്ങളും തോന്നുന്നത്. മറിച്ചോ, നീ ആശ്വസിക്കേണ്ടത് പെണ്ണെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനമാണ്. നിന്നോട് പറയപ്പെടും, ഇഷ്ടമുള്ള വാതിലിലൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. എന്ത് നന്മയെ ചെയ്യുന്നുള്ളൂ? ഭർത്താവിനെ അനുസരിക്കുന്നു എന്ന നന്മ മാത്രം. അതായിരുന്നു ഖദീജ ബീവിയുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ആദ്യമായി വഹി വന്ന നേരത്ത് പേടിച്ച് വിറച്ചു പോയ റസൂലുള്ളാഹി ഓടിക്കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഖദീജ എന്നെ പുതപ്പിട്ട് മൂടു, സമ്മിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബീവി അവിടെ ചോദിച്ചില്ല, എന്തിനാണ് ദിവസങ്ങളോളം എന്നിൽ നിന്ന് മാറി നിന്ന് പോയതല്ലേ, അനുഭവിക്കൂ എന്നല്ല പറയുന്നത്. മറിച്ചോ, എൻ്റെ ഭർത്താവിന് ഇപ്പോഴത്തെ ആവശ്യം പുതപ്പിട്ട് മൂടലാണെങ്കിൽ ആ നേരത്തെ പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി പറയുന്നു, എന്തിനാണ് ഭർത്താവേ, പ്രവാചകരെ, എന്തിനാണ് ഭർത്താവേ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? അല്ലാഹു തആല നിങ്ങളെ നിന്ദിക്കില്ല, പ്രയാസപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹ അല്ലേ? സ്വർഗത്തിലാണ് ഖദീജ. അള്ളാഹുവിൻ്റെ
പ്രത്യേകമായ ജിബ്രീലിൻ്റെ പ്രത്യേകമായ സലാം പോലും പറഞ്ഞേക്കുകയാണ് ഖദീജ ബീവിക്ക്. അത്രമാത്രം ഭർത്താവിനോടുള്ള കൂറും കടമയും നിർവഹിച്ച മഹതിയായ ഖദീജ റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട സഹോദരിമാരെ, കുടുംബജീവിതത്തിൽ മാതൃകയായിരിക്കേണ്ടതുണ്ട്. സ്വർഗത്തിന് വേണ്ടിയ ആണും പെണ്ണുമൊക്കെ ഇതുപോലെ ജീവിക്കേണ്ടത്. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാ നന്മകളിലും മുന്നേറുന്നു, എല്ലാ നന്മകളും ചെയ്യുന്നു. ആ നന്മകൾ മുഴുവനും ഈ കുടുംബജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ട് കളഞ്ഞു കുളിക്കുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരുമുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി നാം ഈ വിഷയം ശ്രദ്ധിക്കുക. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു രംഗം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മൻ ആദ മരീളൻ ഔ സാറ അഖൻ ലഹു ലില്ലാഹ് നാദാഹു മുനാദിൻ അൻ തിബ്ത വത്വാബ മംശാക വതബവഅത മിനൽ ജന്നതി മൻസില. മൻ ആദ മരീള, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കാൻ പോവുകയാണ്, ഔ സാറ അഖൻ ലഹു ലില്ലാഹ്, അതല്ല രോഗമൊന്നുമില്ലാത്ത ഒരു സഹോദരനെ സന്ദർശിക്കുകയാണ് അല്ലേ? എന്തിനാ റഹീമയിൽ നമ്മൾ എത്തിയത്? കോബാറിൽ നിന്നെത്തി, തമാമിൽ നിന്നെത്തി, ജുബൈൽ നിന്ന് വന്നു, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നു. എന്തിനു വേണ്ടി? ദുനിയാവിന് വേണ്ടിയല്ല. സാറ അഖൻ ലഹു ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഈ ഒരുമിച്ചിരിക്കുന്നത്. ഇതുപോലെ അള്ളാഹ്ക്ക് വേണ്ടി ഒരു രോഗിയെ ആരെങ്കിലും കാണാൻ പോവുകയാണ്. വീടിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിന് തൊട്ടപ്പുറത്തെ റൂമിൽ ഒരു രോഗിയുണ്ട്. ആ രോഗിയെ കാണാൻ പോയാൽ, സന്ദർശിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കൂലി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പറയപ്പെടും, പറയുന്നവൻ വിളിച്ചു പറയും, അൻ ത്വാബ, നീ നന്നായിരിക്കുന്നു, വത്വാബ മംശാക്, നിന്റെ നടത്തവും നന്നായിരിക്കുന്നു, മാത്രമല്ല വതബവഅത മിനൽ ജന്നതി മൻസില, സ്വർഗത്തിൽ നിനക്കതാ ഒരു വീട് തയ്യാറായി കിടക്കുന്നു. ഒരു രോഗിയെ കാണാൻ പോയാൽ പോലും സഹോദരി സഹോദര, ഈ സ്വർഗം നമുക്ക് ലഭിക്കുന്നു. പക്ഷേ കിട്ടുമോ നമ്മൾക്ക്? ഈ നന്മകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മുടെ നീയത്തനുസരിച്ച് മാത്രമേ ഈ കൂലി നമ്മൾക്ക് കിട്ടുകയുള്ളൂ അല്ലേ? എത്രായിരം രോഗികളെ കാണാൻ പോകാറുണ്ട്. ആരെയാ പോകുന്നത്? ആണും പെണ്ണും ഭർത്താവും ഭാര്യയും പറയുന്നു, അവർ നമ്മുടെ കുടുംബത്തിൽ രോഗം വന്നപ്പോൾ അവരിങ്ങോട്ട് വന്നതാ, അതുകൊണ്ട് അങ്ങോട്ട് പോകണം. പണക്കാർ രോഗിയായി കിടന്നാൽ സന്ദർശിക്കാൻ ആളുകളുണ്ട്, പാവപ്പെട്ടവൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ അല്ലേ? സന്ദർശനത്തിന് പോലും കഴിവും സമ്പത്തും സ്വാധീനവും എല്ലാം നോക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, പാടില്ല. രോഗമുള്ളവനെയും അല്ലാത്തവനെയും സന്ദർശിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു വീടാണ്, സ്വർഗത്തിലേക്കാണ് ഒരു ഭവനം അല്ലാഹു തആല നമുക്ക് തയ്യാറാക്കി നിൽക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുസ്ലിമായ രോഗിയെ കാണാൻ പോകുമ്പോൾ രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ 70,000 മലക്കുകളാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 70,000 മലക്കുകൾ ഇവന് പുറത്തു കൊടുക്കണേ, ഇവനോട് കരുണ ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ആ മലായിക്കത്തിൻ്റെ പ്രാർത്ഥന അള്ളാഹ് കേൾക്കും സ്വീകരിക്കുമെന്നുള്ള വിഷയത്തിൽ സഹോദരന്മാരെ നമ്മൾക്കാർക്കും തർക്കമില്ലല്ലോ. അതുകൊണ്ട് ആ വിഷയവും പ്രത്യേകമായിട്ട് നാം ബോധവാന്മാകേണ്ടതുണ്ട്, അത്തരം വിഷയങ്ങളൊക്കെ. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വേള മദീനത്തെ സഹാബികളുമായി ഒന്നിച്ചിരിക്കുന്ന ഒരു നേരത്ത് ഒരു സഹാബി അൻസാരിയാണ്, മദീനക്കാരനാണ്, റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതാ സ്വർഗക്കാരനായ ഒരാൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. ആളുകളൊക്കെ മനസ്സിലാക്കി. ആ സഹാബി തൻ്റെ ചെരുപ്പ് ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് കയറി വന്നു ഇരുന്നു പോയി. 2-ാം ദിവസവും റസൂലുള്ളാഹി പറയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗക്കാരനായ ഒരാൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു. സഹാബത്ത് നോക്കുമ്പോൾ ഇന്നലെ വന്ന അതേ വ്യക്തി തന്നെയാണ്. 3-ാം ദിവസവും റസൂലുള്ളാഹി പറയുന്നു, അപ്പോഴും അതേ വ്യക്തി തന്നെ വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഈ സഹാബി വരുമ്പോൾ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി ഇദ്ദേഹം സ്വർഗക്കാരനാണ് എന്ന് പറയാൻ കാരണം? അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി, വീട്ടിൽ പോയി താമസിച്ചു. 3 ദിവസം കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ വന്നത് നിങ്ങൾ സദസ്സിൽ വരുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വർഗത്തിലാ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന്. അതെന്താണ് എന്ന് അന്വേഷിക്കാനാ വന്നത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ പ്രത്യേകമായി ഫലം അറക്കത്ത അമലു കസീറ അമലിൻ
ഫമല്ലദീ ബലഗ ബിക മാ ഖാല റസൂലുള്ളാഹ്, ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രത്യേകമായിട്ടൊരു അമല് നിങ്ങൾ അധികരിച്ച് ചെയ്യുന്നത് എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, എന്നിട്ടും നിങ്ങളെന്താ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹ് പറയുന്നത്. ആ നേരത്ത് അദ്ദേഹം പറയാണ്, അബ്ദുല്ലാ, നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒന്നും ഞാൻ അധികരിപ്പിക്കുന്നില്ല, പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. മാ ഹുവ ഇല്ലാ മാ റഅയ്ത ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാ. ഒരു മുസ്ലിമിനോടും എനിക്കൊരു പകയുമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു മുസ്ലിമിനെ കുറിച്ചും എനിക്കൊരു ദേഷ്യമില്ല, പകയില്ല. അല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കുകയാണ്, എങ്ങനെ നാളെ അവനെ പരാജയപ്പെടുത്തും, അവൻ്റെ ബിസിനസ് എങ്ങനെ പൊളിക്കും, അവനെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു പരത്തും, എങ്ങനെ ഇടിച്ചു താഴ്ത്തും. അങ്ങനെ ഞാൻ ഒരു ദിവസം പോലും ഉറങ്ങാറില്ല. അതുപോലെ അള്ളാഹ് ഒരാൾക്ക് ഹൈർ കൊടുത്താൽ ആ ഹൈറിൽ എനിക്കൊരിക്കലും അസൂയയും തോന്നാറില്ല. നമ്മുടെ ചർച്ച എന്താ? മലയാളിയുടെ ചർച്ച എന്താ? അല്ലേ? അവൻ്റെ ബിസിനസ്, അതിൻ്റെ ഉന്നമനം, അതിൻ്റെ പരാജയം, അവൻ്റെ ലാഭം, അവൻ്റെ നേട്ടം എല്ലാം ചർച്ച ചെയ്യാം. എന്തിനാ? എന്തോ ഒരു അസൂയ. ആ അസൂയ എനിക്കൊരിക്കലും വന്നിട്ടുമില്ല എന്ന് ആ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അഥവാ മനസ്സ് നന്നാകുന്നു സഹോദരങ്ങളെ, മനസ്സ് വിശാലമായി, മനസ്സിനെ വിശാലമാക്കി നന്നാക്കുന്ന അത്തരം സ്വഭാവങ്ങൾ നമ്മൾക്കും ഉണ്ടാകണം. നന്മകൾ അധികരിപ്പിക്കുക. ചെയ്ത ഒരുപാട് നന്മകളുണ്ട്. ഈ നന്മകളൊക്കെ ചെയ്യുന്നതോടൊപ്പം ചെയ്ത നന്മകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെയ്ത നന്മകളെ ബാത്തിലാക്കി കളയുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. ഒരുപാട് നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ആ മറ്റുള്ളവരെക്കുറിച്ച് ഗീബത്തും നമീമത്തും പറയുന്നു, അപവാദം പറയുന്നു, വേദനിപ്പിക്കുന്നു, അഭിമാനത്തെ മുറിപ്പെടുത്തുന്നു. ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നന്മകളൊക്കെ മറ്റുള്ളവർ കൊണ്ടുപോയി അവൻ്റെ തിന്മകളും പേറിക്കൊണ്ട് നരകത്തിലേക്ക് സുമ്മ തുരിഹ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളായി മാറിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, നന്മ കുറവാണ്. ആ ചെയ്യുന്ന നന്മകൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള മനുഷ്യരോടാണ് അവസാന നേരത്ത് മലക്കുകൾ വന്ന് പറയുക, സന്തോഷത്തോടു കൂടി നിന്റെ റബ്ബിങ്കിലേക്ക് നീ യാത്രയാവുക. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിമകളിലേക്ക് നീ പ്രവേശിക്കുക. ഫദ്ഖുലി ജന്നതി, എൻ്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിക്കുക എന്ന് അല്ലാഹു തആല പറയും. പറയാൻ നമ്മളെക്കുറിച്ച് അല്ലാഹു അങ്ങനെ പറയണം. അതിനുവേണ്ടി നമ്മുടെ മനസ്സ് നന്നാവുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ വീഴ്ചകൾ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിപ്പിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.